സർ, ഇസ്രായേലിലേക്ക് ആയുധം നൽകുന്നത് ഇന്ത്യ ഉടൻ തന്നെ നിർത്തേണ്ടിയിരിക്കുന്നു. ഇതിപ്പോൾ CPM ആണ് പറഞ്ഞിരിക്കുന്നത്. മഹാനായ MA ബേബിയാണ്. ഇസ്രായേൽ ഇപ്പോൾ വല്ലാതെ വിഷമത്തിൽ നിൽക്കുകയാണ്. നെതന്യാഹു ഓടി നടക്കുകയാണ്. MA ബേബി പറഞ്ഞതാ, പിന്നെ ഇന്ത്യയിൽ ഒരു കാര്യം പോലും പിന്നെ അങ്ങോട്ട് ചലിക്കത്തില്ല. ഈ നെതന്യാഹു ഇപ്പോൾ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണ്, MA ബേബിയുടെ ഒരു സമയം കിട്ടുമോ ഒന്ന് സംസാരിക്കാനെന്ന് പറഞ്ഞു. പാകിസ്ഥാൻ കേഴുന്നത് പോലെ ഒന്ന് കാല പിടിക്കാൻ. കാരണം MA ബേബിയെ കണ്ടിട്ട് വേണം MA ബേബിയെ കൊണ്ട് മോദി എടുക്കൽ ശുപാർശ ചെയ്യിക്കണം, ആയുധം തന്ന് സഹായിക്കണം എന്ന് പറഞ്ഞു. കുണ്ടുകിണറ്റിൽ തവളക്കുഞ്ഞിന് കുന്നിന് വീതം അറക്കാൻ മോഹം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ. ആകെപ്പാടെ 1.47% വോട്ട് നേടിയിട്ടുള്ള ഒരു പാർട്ടിയുടെ, ദേശീയ പാർട്ടി എന്നൊക്കെ പറഞ്ഞ് കിടക്കുന്ന അതിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാണ് പോലും താനെന്നാണ് ഈ പുങ്കവൻ്റെ ധാരണ. ആര്? മഹാനായ MA ബേബി കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. അതോടുകൂടിയാണ് ഈ കേരളത്തിലെ പിള്ളേര് മലയാളം മുഴുവൻ തെറ്റിച്ചെഴുതാൻ തുടങ്ങിയത്. കാരണം എങ്ങനെ എഴുതിയാലും മാർക്ക് വാരിക്കൊടുക്കാൻ അന്ന് പറഞ്ഞ ആളാണ് ഈ MA ബേബി. ഈ പിന്നെ മോദിയെയും നെതന്യാഹുവിനെയും വിരട്ടിയത് കൊണ്ടാണ് ഞാൻ ഈ പഴയ സംഭവങ്ങളിലേക്ക് പോകുന്നത്. അത് പറയാതെ പിന്നെ MA ബേബിയുടെ ഇപ്പോഴത്തേലുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയാൻ പാടില്ല. കേരളത്തിൻ്റെ രണ്ടാം മുണ്ടനെന്ന് പറഞ്ഞ് സ്വയം നെഹളിച്ച് നടക്കുകയാണ്. രണ്ടാം മുണ്ടൻ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ജോസഫ് മുണ്ടശ്ശേരിയാണ്. അദ്ദേഹം വലിയ പരിഷ്കാരമൊക്കെ വിദ്യാഭ്യാസ രംഗത്ത് ചെയ്തു. താൻ അതിനുശേഷം 2006 മുതൽ 2011 വരെ VS അച്യുതാനന്ദൻ്റെ മന്ത്രിസഭയിലായിരുന്നു. താനാണ് രണ്ടാമത്തെ മുണ്ടശ്ശേരി. അങ്ങനെ സ്വയം പ്രഖ്യാപിതനായി രണ്ടാം മുണ്ടനായിട്ട് ഒരു സഞ്ചിയൊക്കെ തൂക്കി ഇങ്ങനെ നടക്കുകയാണ്. എന്നിട്ട് പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാണ് പോലും. പിണറായി വിജയൻ്റെ കാല് കഴുകിയാണ് ജീവിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക. എന്നിട്ടാണ് ഇവിടെ ഇരുന്നുകൊണ്ട് നെതന്യാഹുവിനെ വിരട്ടുന്നത്, ഫലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക. ഇപ്പോൾ അടുത്ത ആഴ്ച ഒരു സംഘവുമായിട്ട് പിന്നെ കാശ്മീരിലേക്ക് പോവുകയാണ്. കാശ്മീരിലെ ജനങ്ങളൊക്കെ ഇനിയിപ്പം എന്ത് ചെയ്യണമെന്നാണ് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ബ്രിട്ടാസിനെ പോലുള്ള ഒരാൾ ഈ ഇന്ത്യ നിയോഗിച്ച ഈ സർവകക്ഷി സംഘത്തിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ്. ഇവരൊക്കെ വിദേശങ്ങളിൽ പോയി ഇന്ത്യ എടുത്ത ധീരമായ നിലപാടിനെ വാഴ്ത്തുകയാണ് ചെയ്തത്. എന്നിട്ട് ആ പാർട്ടിയുടെ, ജോൺ ബ്രിട്ടാസ് നിൽക്കുന്ന പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായ MA ബേബി പറയുകയാണ്, ഏതേലും ഭീകരൻ വിചാരിച്ചാൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ വഴിമാറില്ല. ഭീകരർ ഇന്ത്യയിൽ ആക്രമണം നടത്തിയാൽ ഇന്ത്യക്കെതിരായ യുദ്ധപ്രഖ്യാപനമായി എങ്ങനെ വ്യാഖ്യാനിക്കും? ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ MA ബേബി രാജ്യദ്രോഹപരമായിട്ടുള്ള വർത്തമാനമാണ് നടക്കുന്നത്. ഈ MA ബേബിയും പപ്പുമോനും ഒരേ കാറ്റഗറിയിൽ വരുന്നതാണ്. പിന്നെ സൈസ് കൊണ്ട്, ആകാരത്തിൽ ഇത്തിരി പിന്നെ വ്യത്യസ്തനാണ് MA ബേബി. MA ബേബി വലിയ ബുദ്ധിജീവി ചമഞ്ഞ് നടക്കും. മറ്റേ ചെക്കൻ അങ്ങനെയില്ല. അത് മറ്റേ ഇങ്ങനെ ആടിപ്പാടി പിന്നെ കോപ്രായം കാണിച്ച് ഒരു കോമാളിയായിട്ട് നടക്കുന്നതാണ് ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എന്ന് നമ്മളൊക്കെ ഈ ഓമന പേരിട്ട് വിളിക്കുന്ന പപ്പുമോൻ. അപ്പോൾ ഈ പപ്പുമോനും ബേബി ഒരേ പിന്നെ തട്ടിലിരുത്താം, അങ്ങനെയുള്ളവരാണ്. കാരണം ഈ ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റ് മതി. ഏതെങ്കിലും ഭീകരർ വിചാരിച്ചാൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ വഴിമാറില്ല. ഭീകരർ ഇന്ത്യയിൽ ആക്രമണം നടത്തിയാൽ ഇന്ത്യക്കെതിരായ യുദ്ധപ്രഖ്യാപനമായി എങ്ങനെ വ്യാഖ്യാനിക്കും? അപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? പാകിസ്ഥാനിൽ അവരുടെ കൂടെയല്ലേ നിൽക്കുന്നത്? MA ബേബി എനിക്ക് തോന്നുന്നു മിക്കവാറും ഈ ചുവന്ന കൊടി എടുത്ത് കളഞ്ഞിട്ട് പാകിസ്ഥാനികളുടെ കൊടി കയ്യിൽ എന്തെന്ന ലക്ഷണമാണ് കാണുന്നത്. നോക്കണം, ഇദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ വരുന്ന, പ്രസ്ഥാനത്തിൽ വരുന്ന ആളാണല്ലോ ബ്രിട്ടാസ്. ബ്രിട്ടാസ് എവിടെ പോയി? ബ്രിട്ടാസ് സർവകക്ഷി സംഘത്തിൽ നടന്ന് ഇന്ത്യയുടെ നിലപാടിനെ വിശദീകരിച്ചു കൊടുത്തു. അവർ ഇപ്പം തന്നെ മുസ്ലിം ലീഗും ഒക്കെ പിന്നെ ഇവിടുത്തെ പ്രതിപക്ഷ നിരയിലല്ലേ. ET മുഹമ്മദ് ബഷീർ റിയാദിൽ വിശദീകരിച്ചു കൊടുത്ത കാര്യങ്ങൾ
പിന്നെ ഹൈദരാബാദിലെ MP ആയിട്ടുള്ള ഒവൈസി, അദ്ദേഹം അൾജീരിയയിലാണ് പ്രസംഗിച്ചത്. എന്നിട്ട് ഈ MA ബേബി പറയുകയാണ് പോലും ഇത്തരത്തിലുള്ള വർത്തമാനമാണ് പറയുന്നത്. ഭീകരർ ഈ ഒവൈസി തന്നെ പറഞ്ഞ കാര്യം നമ്മൾ നോക്കണം. അദ്ദേഹം അൾജീരിയയിൽ പറഞ്ഞത് പാകിസ്ഥാൻ പിന്നെ ഭീകരതയുടെ ഉറവിടമാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവർ ഭീകരതയുടെ ഹബ്ബാണ്, അവർ വളർത്തുന്നു എന്നൊക്കെ പറയുന്നത് ഇവിടെ രണ്ട് വാക്കുകൾ കൊണ്ട് അദ്ദേഹം നിർത്തി. പാകിസ്ഥാൻ ഭീകരതയുടെ ഉറവിടമാണ് എന്ന് പറഞ്ഞാൽ അവിടെയാണ് അതിൻ്റെ ഉത്ഭവം, അവിടെയാണ് അതിനെ വളർത്തുന്നത്, അവിടെയാണ് അതിനെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് സാരം. അങ്ങനെയുള്ള അവർ പോലും രാജ്യത്തിന് വേണ്ടി ശബ്ദിക്കുമ്പോൾ MA ബേബി രാജ്യദ്രോഹമായിട്ടുള്ള വർത്തമാനമാണ് പറയുന്നത്. ഇതൊക്കെ ഈ കാണാനും കേൾക്കാനും ഇവിടുത്തെ ഈ കോൺഗ്രസ്സുകാർ പോലും ഇല്ലാതായി പോകുന്നു എന്നുള്ളതാണ് കഷ്ടം. യഥാർത്ഥത്തിൽ MA ബേബി ഇപ്പൊ തൊലി ഉരിച്ചു നിർത്താമായിരുന്നു ഈ കോൺഗ്രസ്സുകാർക്ക്, പ്രത്യേകിച്ച് ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് നിൽക്കുന്ന പശ്ചാത്തലത്തിൽ. സ്വരാജും ഏതാണ്ട് ഇതുപോലെ തന്നെയാണല്ലോ. അപ്പോൾ എന്തുകൊണ്ട് കോൺഗ്രസ്സുകാർ ചിന്തിക്കുന്നില്ല? കോൺഗ്രസ്സുകാരോടനെ ചിന്തിക്കുന്നത് എന്തായിരിക്കും? ഇനിയിപ്പോൾ ഞങ്ങൾ അതിന് MA ബേബിക്ക് എതിര് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ BJP അനുകൂലികളാക്കി ചിലപ്പോൾ CPM-കാർ മാറ്റും എന്ന് പറഞ്ഞു. കാരണം ശശി തരൂര് രാജ്യത്തിന് വേണ്ടി വിദേശങ്ങളിൽ പോയി സംസാരിച്ചപ്പോൾ കോൺഗ്രസ്സുകാര് തരൂരിനെ കാണുന്നത് തരൂര് BJP അനുകൂലിയായി മാറി തീർന്നു എന്നൊക്കെയാണ്. തരൂരിന് കാര്യങ്ങൾ മനസ്സിലായി, ഈ കോൺഗ്രസ് പാർട്ടിയിൽ തലയ്ക്ക് പിന്നെ ആൾതാമസമുള്ള ആരും ഇല്ലെന്നുള്ളത്. തലയ്ക്കകത്ത് ആൾതാമസം വേണം. ഇത് രാജ്യത്തിൻ്റെ കാര്യത്തിന് വേണ്ടിയാണ് താൻ ഉൾപ്പെടുന്ന സംഘാംഗങ്ങളെ വിദേശത്തേക്ക് വിട്ടത്. 7 പിന്നെ ടീമായിട്ടല്ലേ തിരിച്ചു വിട്ടത്? അതിലൊരു ടീമിൻ്റെ തലവനല്ലായിരുന്നോ തരൂര്? അപ്പോൾ കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള അദ്ദേഹം അവിടെ പോയി പറഞ്ഞ എന്താണ്? ഞാൻ അവിടുത്തെ പ്രതിപക്ഷ നിരയിലുള്ള ഒരാളാണ്, പക്ഷെ ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് രാജ്യത്തിന് വേണ്ടിയാണ്, എൻ്റെ ദേശസ്നേഹമാണ് ഇവിടെ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ദാ ഉടനെ MA ബേബിയും പിന്നെ പ്രതിനിധി സംഘവും ഒക്കെ കൂടെ ശ്രീനഗർ സന്ദർശിക്കുമെന്ന്. അവിടെ പോകുന്നതിൽ നമ്മുടെ ഇദ്ദേഹമൊക്കെ ഉണ്ട്, നമ്മുടെ AA റഹീമും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം മിക്കവാറും അതിർത്തിയിൽ വലിയ സംഘർഷമൊക്കെ നടക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അദ്ദേഹം അവിടെ വലിയ ഇംഗ്ലീഷും ഒക്കെ പ്രസംഗിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തുമ്പോൾ ഇവർ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. തുർക്കിക്ക് 10 കോടി രൂപ കേരളം ഭൂകമ്പവുമായിട്ട് ബന്ധപ്പെട്ട് നൽകുകയും ഒപ്പം ചൈനയൊക്കെ അനുകൂലിക്കുന്ന ഇവർ നമുക്കൊരു പഹൽഗാം ആക്രമണത്തിന് പിന്നീട് ഓപ്പറേഷൻ സിന്ദൂർ ഉൾപ്പെടെ നടത്തിയപ്പോൾ നമുക്ക് അനുകൂലമായിട്ട് നിന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. ഇവർ ഈ പറയുന്ന തുർക്കിയും ചൈനയും അതേപോലുള്ള മറ്റുള്ള രാജ്യങ്ങളുമൊക്കെ എവിടെ പോയി എന്നുള്ളൊരു ചോദ്യം. എന്നിട്ടിപ്പോൾ പറയാം ഇസ്രായേലിനെ സഹായിക്കരുത് എന്നുള്ളത്, രാജ്യത്തിന് അനുകൂലമായിട്ട് നിൽക്കുന്നവരെ സഹായിക്കരുത് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. നമുക്കറിയാം ഇപ്പം കുറച്ച് ദിവസം മുമ്പ് ജമാഅത്തെ ഇസ്ലാമിയുടെ സ്റ്റുഡൻസ് സംഘടന SFIO നടത്തിയ സ്റ്റുഡിയോയ്ക്കെതിരായിട്ടൊക്കെ നടത്തി. അപ്പം ടാറ്റ എന്ന് പറയുന്ന ഒരു വാണിജ്യ ശൃംഖല നമ്മുടെ രാജ്യത്തിന് എന്തൊക്കെ, അപ്പം നമ്മുടെ രാജ്യത്തിനെ ആരൊക്കെ സഹായിക്കുന്നുണ്ടോ അവരെയൊക്കെ മാറ്റി നിർത്തണം എന്നുള്ളൊരു നിലപാട് ഇപ്പം ജമാഅത്തെ ഇസ്ലാമി എന്താണ് ചെയ്യുന്നത്? പലസ്തീന് അനുകൂലമായിട്ട് പറയുന്നു, ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നതിനെതിരെ പിന്തുണയ്ക്കുന്നവർക്കെല്ലാം ബഹിഷ്കരണമാണ് അവർ പറയുന്നത്. ഒപ്പം MA ബേബി പറയുന്നത് ഇത്തരത്തിൽ ഇസ്രായേലിന് ഇനി എന്തെങ്കിലും അങ്ങോട്ട് ആയുധങ്ങൾ ചെയ്തു കൊടുത്താൽ ആയുധപരമായിട്ടുള്ള പല സംഗതികൾ സഹായങ്ങൾ ചെയ്തു കൊടുക്കരുത് എന്നുള്ളത്. അപ്പം ഇവരെല്ലാം പറയുന്ന ഒറ്റ കാര്യത്തിൽ, അതായത് രാജ്യത്തിന് അനുകൂലമായിട്ട് നിൽക്കുന്നവരെ, രാജ്യത്തിനെ സഹായിക്കുന്നവരെ എതിർക്കുക എന്നുള്ള ഒരു നിലപാടിലാണ് ഇപ്പോൾ MA ബേബി CPM വന്നിരിക്കുന്നത്. ഈ ബുദ്ധിമാന്മാരായ ജൂതന്മാർ ഇവിടെ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഈ ചില കാര്യങ്ങളൊക്കെ അനുഭവിക്കുകയും കണ്ടുപിടിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. അത് ഈ MA ബേബി എന്ന് പറയുന്ന ഈ മഹാന് മനസ്സിലാകുന്നുണ്ടോ എന്ന് സംശയമാണ്. പിന്നെ എന്തിനാണ് ഈ സഞ്ചിയും തൂക്കി ഇങ്ങനെ നടക്കുന്നതെന്നുള്ളതാണ് കാണുമ്പോൾ കഷ്ടം തോന്നുന്നു.